നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇല്ല അക്ബർ, ആശുപത്രിയിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് ഇത്തിരി റിസ്കാ. ഒന്നാമത് ഇവിടെ ആവശ്യത്തിലേറെ പേഷ്യൻസ് OP-യിലും അഡ്മിഷനും ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഒരു സർക്കാർ ഹോസ്പിറ്റലുണ്ട്. അടുത്ത് തന്നെ ഒരു LP സ്കൂളും. സ്കൂളാണ് ക്യാമ്പിനായി ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുള്ളത്. ഹൃദ്രോഗികളായ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. പിന്നെ അതിനടുത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട്. ഇല്ല, തീയതി തീരുമാനിച്ചിട്ടില്ല. അക്ബറിനെ ഞാൻ വിളിക്കാം. സുധിയേട്ടൻ്റെ ഒരു പടം വീട്ടിൽ വെക്കണം തോന്നി. ദേവിക സുധിയേട്ടന്റെ ചിത്രത്തിന് മുൻപിൽ വിളക്ക് കത്തിക്കുന്ന പോലെ ഞാനും കത്തിക്കണ്ടേ? സംഗതിയൊക്കെ കൊള്ളാം. സിദ്ധുവിന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ നാളെ അത് പ്രശ്നമാവരുത്. പ്രശ്നോ? എന്തു പ്രശ്നം? ഇപ്പൊ തന്നെ സുധിയുടെ ഹൃദയത്തിന്റെ പേരിൽ ഒരു കല്യാണം മുടങ്ങിയിരിക്കല്ലേ. അത് നന്നായി. ദൈവം അയച്ചതുപോലെയാ ദേവിക ആ സമയത്ത് അവിടെ വന്നത്. അതെന്താ, സിദ്ധുവിന് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ആ അലയൻസ്? എന്തുകൊണ്ടോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ബന്ധമല്ലായിരുന്നു ഡോക്ടർ അത്. പിന്നെ എന്തിനാ സമ്മതിച്ചത്? അച്ഛന്റെ സങ്കടം പറച്ചിൽ, നിർബന്ധം, പിന്നെ ചേച്ചിയുടെ കണ്ണുനീര്. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ? സിദ്ധുവിന്റെ കല്യാണത്തിന് വേണ്ടി ഇത്ര ധൃതി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാ എനിക്കും മനസ്സിലാവാത്തത്. സിദ്ധു ഒരു ദിവസമെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ആയിരിക്കണം. ദേവിക്ക് ആ ഭാഗ്യം കിട്ടി. സുധിക്കും 100 ജന്മം പുകഞ്ഞു നീറുന്നതിലും നല്ലത് ഒരു നിമിഷം ജ്വലിച്ചടങ്ങുന്നതാണ്. മയൂരിയെ ഇഷ്ടമല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തണം. ഈ ലോകത്താണോ നല്ല പെൺകുട്ടികൾക്ക് പഞ്ഞം? അവരാകാശത്തിലെ നക്ഷത്രങ്ങളോളവും ഭൂമിയിലെ മണൽത്തരികളോളവും ഉണ്ട്. ഇക്കാര്യത്തില് ഡോക്ടർ എന്നൊന്ന് സഹായിക്കണം. ആഹാ, എന്നെ ബ്രോക്കർ കൂടി ആക്കുവാണോ? അല്ല, ആദ്യം പെൺകുട്ടിയെ കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. ഓ, 24 മണിക്കൂർ ഇത് തന്നെ ജോലി. മിനിക്ക് മുഖം തന്നെ ഇല്ലാതാക്കും. മാഡം, എന്തിനാ സുനിത ആളെ പേടിപ്പിക്കുന്നേ? ഇപ്പൊ ഇതെല്ലാം കൂടെ തറ വീണ് പൊട്ടിച്ചിതറിയേനെ. മാഡം ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചേ. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോ ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതല്ലേ നല്ലത്? അതിനിപ്പോ ശ്രദ്ധിക്കാനും മാത്രം ഇവിടെ എന്താ ഉള്ളത്? കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഓൾ ഇൻ ഓൾ ആയിട്ട് സുനിതയില്ലേ. ഫാർമസി മേൽനോട്ടത്തിന് ദേവിക മേഡോ, പിന്നെ നിരഞ്ജൻ ഡോക്ടറും എന്റെ ഡാഡിയും മറ്റു ഡോക്ടേഴ്സും സ്റ്റാഫ്സും എല്ലാം അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. ഭാഗ്യത്തിന് ഇപ്രാവശ്യത്തെ മഴ നമുക്ക് നല്ലൊരു വിളവെടുപ്പായി. ആവശ്യത്തിന് പേഷ്യൻസും മരുന്നും വാക്സിനും എല്ലാം കൂടെ ഒരു ചാകര തന്നെയായിരുന്നു. ദുഷ്ടത്തരം പറയാതെ സുനിതേ, കാശ് വേണം എന്ന് വെച്ച് നാട്ടുകാരെല്ലാം രോഗികളാവണമെന്ന് ചിന്തിക്കുന്ന അത്ര ശരിയല്ല. ആഹാ, അക്ഷര മാഡവും മെഡിക്കൽ എത്തിക്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ? നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ.
അതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എന്തോ സാരമായ മാറ്റം മാഡത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. ആ മാറ്റം എങ്കിൽ മാറ്റം. ഞാൻ പറഞ്ഞതുള്ള കാര്യം. അതിരിക്കട്ടെ, എന്താ സുനിത വന്നത്? അല്ല, നിരഞ്ജൻ സാർ അപ്പുറത്ത് നിന്ന് ഫോൺ ചെയ്യുന്നത് കണ്ടു. മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വച്ചല്ല, പുറത്തു വച്ചാ നടത്തുന്നേന്ന്. പുറത്തു വെച്ചോ? അതെ, ജനറൽ ഹോസ്പിറ്റലിന് അടുത്തുള്ള LP സ്കൂളിലാണെന്നാണ് കേട്ടത്. അങ്ങേർക്ക് വട്ട. ഇവിടെ വരുന്നവർക്കെല്ലാം സൗജന്യ ചികിത്സയും മരുന്നും കൊടുക്കുന്നത് പോരാഞ്ഞിട്ടാ ഇതും കൂടെ. അല്ല മാഡം, ദേവിക ഏതോ വീട്ടിൽ ചെന്ന് കയറി അവിടെ നടക്കാനിരുന്ന ചടങ്ങ് മുടക്കിയെന്നൊക്കെ നമ്മുടെ സ്റ്റാഫുകൾ പറയുന്നത് കേട്ടു. ആ സംഗതി ശരിയാ. അവളുടെ ഭർത്താവിന്റെ ഹൃദയത്തിന്റെ സൂക്ഷിപ്പുകാരനെ കണ്ടെത്തി. ആ ഹൃദയത്തിന് അവകാശം ഉന്നയിച്ചു. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് അയാളുടെ നെഞ്ചത്ത് കൊണ്ടുപോയി അവകാശത്തിന്റെ മഞ്ഞക്കുറ്റി അടിച്ചോ? ഏതായാലും ഇത് ഒരു നടക്കൊന്നും പോവില്ല. ആ സിദ്ധാർത്ഥനില്ലേ, ഡോക്ടർ നിരഞ്ജന്റെ പ്രിയപ്പെട്ട പേഷ്യന്റ്. ഓ, ആ സിംപ്ലൻ ചെക്കനല്ലേ? അതെ, അവനാണിപ്പോ ആ ഹൃദയത്തിന്റെ ഉടമ. ഓ, ഞാനൊക്കെ ഇവിടുത്തെ ഡോക്ടർ ആണെങ്കിലും ഇത്തരം സർജറിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മളെ അറിയിക്കാറില്ലല്ലോ. അന്നത്തെ ദിവസം നമുക്ക് നിർബന്ധിത അവധിയും തരും. എന്തായാലും ദേവിക ഒന്ന് പറഞ്ഞു നിർത്തുന്നത് നന്നായിരിക്കും. കാരണം ഈ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷനെ ബാധിക്കും. വരാൻ പറഞ്ഞിട്ടുണ്ട്. മാഡം, ദേവിക മാഡം കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. വന്നിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ മാം. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല മാഡം. നീ ഇപ്പൊ പറയുമായിരിക്കും എന്റെ വ്യക്തിപരമായ കാര്യമാണ്, മാഡം ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ. കാര്യം എന്താന്ന് മാഡം പറഞ്ഞല്ലേ, ഇടപെടണോ വേണ്ടോന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഹാ, കാര്യം മനസ്സിലാക്കിയിട്ട് നിന്ന് പൊട്ടി കളിക്കുന്നത് കണ്ടില്ലേ? ഞാനിപ്പോ സംസാരിക്കുന്നത് സുനിത ഡോക്ടറോടല്ല, അക്ഷര മാഡത്തിനോടാണ്. സോ പ്ലീസ്. നീ ആ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. ഞാൻ എന്റെ സുധേട്ടന്റെ ഹൃദയം തേടി പോയതാ. നിന്റെ സുധിയേട്ടന്റെ ഹൃദയം, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം, ഇതൊക്കെ നിന്റെ ജീവിതത്തിലെ മാത്രം പേജുകളാ. അതിൽ നിനക്ക് കുത്തി വരയ്ക്കാം, കുത്തി കീറാം. പക്ഷേ ആ പേജിൽ പടർന്ന മഷി മറ്റുള്ളവരുടെയും ജീവിതത്തിലേക്ക് വീഴ്ത്തരുത്. എന്ന് വച്ചാ ഈ ഹോസ്പിറ്റലിന് ഒരു പേരുണ്ട്, ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. അത് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്ത് കാണിച്ചാലും പൊതുജനം പറയുന്നത് അക്ഷര ഹോസ്പിറ്റലിലെ ദേവിക എന്നാ. നിന്റെ പേരിനൊപ്പം നഷ്ടമാവുന്നത് ഹോസ്പിറ്റലിന്റെ പേര് കൂടിയാ. ദേവികയ്ക്ക് ഇതൊക്കെ പിന്നെ ഒരു തേച്ചുകൂളിയായിരിക്കും. മറ്റുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ. മാഡം, ഞാൻ കാരണം ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ എന്റെ ഭർത്താവ് എപ്പോഴും ഈ ഭൂമിയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ ഹൃദയം അന്വേഷിച്ച് പോയതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ അവിടെ നടക്കുന്ന ചടങ്ങിനെ കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. ആരുടെ ജീവിതത്തിലെയും ഒരു സന്തോഷവും തല്ലിക്കെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. ഇതാണ് സത്യം. മാഡത്തിന് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം.